Spelling activity. Change the first letter of each word to make a word that matches the picture. ഇവിടെ ഒരു വേർഡ് തന്നിട്ടുണ്ട്. ഇതിലെ ഒരു ലെറ്റർ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പിക്ചറിലുള്ള വേർഡ് ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഈ പിക്ചറിൽ കാണുന്നത് എന്താണ്? ഹെൻ. വെരി ഗുഡ്. ഇവിടെ എന്ത് വേർഡാണ് തന്നിട്ടുള്ളത്? മെൻ. MEN ആണ് ഇവിടെ തന്നിട്ടുള്ളത്. നമ്മളത് ഹെൻ ആക്കി മാറ്റണം. അപ്പം നമുക്ക് ഹ സൗണ്ടുള്ള ലെറ്ററാണ് ഇവിടെ ചേഞ്ച് ചെയ്യേണ്ടത്. ഇത് ഓൾറെഡി മെൻ ആണ് തന്നിട്ടുള്ളത്. ചേഞ്ച് ചെയ്യാം. ഓക്കെ. HEN ഹെൻ. HEN ഹെൻ. വെരി ഗുഡ്. നെക്സ്റ്റ് ഹാൻഡ് അല്ലേ? പിക്ചറിൽ കാണുന്നത് എന്താണ്? ഹാൻഡ്. ഇവിടെ തന്നിട്ടുള്ള വേർഡ് ബാൻഡ്. BAND ബാൻഡ് ആണ് തന്നിട്ടുള്ളത്. നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോണത് ഹാൻഡ് എന്ന വേർഡാക്കി മാറ്റണം. ഓക്കെ, യെസ്. HAND ഹാൻഡ്. ഇനി നെക്സ്റ്റ് പിക്ചറിൽ കാണുന്നത് കോൺ ആണ്. നമുക്കിവിടെയുള്ള വേർഡ് ബോൺ ആണ്. അപ്പം ഈ ബോണിനെ നമ്മൾ കോൺ ആക്കി മാറ്റും. അപ്പോൾ ക സൗണ്ട് വരുന്ന ലെറ്റർ ഏതാണ്? സി. CONE കോൺ. CONE കോൺ. നെക്സ്റ്റ് പിക്ചറിലുള്ളത് എന്താണ്? നോക്കിക്കേ. യെസ്, പിക്ചറിലുള്ളത് ബോട്ട്. ഇവിടെ തന്നിട്ടുള്ളത് കോട്ട്. ഈ ബോട്ട് കോട്ടിനെ നമ്മൾ എന്താക്കി മാറ്റണം? ബോട്ടാക്കി മാറ്റണം. അപ്പം ബ സൗണ്ട് ഉണ്ടാക്കുന്ന ലെറ്റർ ഏതാണ്? ബി. BOAT ബോട്ട്. BOAT ബോട്ട്. ഇനി പിക്ചറിലുള്ളത് പി അല്ലേ? ഇവിടെ തന്നിട്ടുള്ള വേർഡ് CSEA. നമ്മളത് പി ആക്കി മാറ്റണം. പ ആണ് സൗണ്ടുള്ള ലെറ്ററാണ് നമുക്കവിടെ ചേഞ്ച് ചെയ്യാനുള്ളത്. ഏത് ലെറ്ററാണ് പ സൗണ്ടുള്ളത്? യെസ്, പി. PEA പി. PEA പി. നെക്സ്റ്റ് പിക്ചറിലുള്ളത് പെഗ് അല്ലേ? ഇവിടെ തന്നിട്ടുള്ളത് LEG ലെഗ്. അപ്പം നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോണത് PEG പെഗ്. അപ്പം നമ്മുടെ പിക്ചറിലുള്ള വേർഡുമായിട്ട് സെയിം ആയി അല്ലേ? Rearrange these jumbled words. Write each beside its meaning. കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്, ജംബിൾഡ് ആയിട്ടാണുള്ളത്. അത് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഈ മീനിങ്ങിനെ മാച്ച് ചെയ്തിട്ട് എഴുതണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വേർ യു ലിവ്. വേർ യു ലിവ്, എവിടെയാണ് നമ്മൾ താമസിക്കുന്നത്? ആ വേർഡുമായിട്ട് മാച്ച് ചെയ്യുന്ന എന്തെങ്കിലും ജംബിൾഡ് വേർഡ് ഇതിലുണ്ടോ എന്ന് നോക്കുക. യെസ്, MEHO. അത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഹോം കിട്ടിയില്ലേ? അപ്പം ഹോം, വേർ യു ലിവ്, ഹോം. നെക്സ്റ്റ്, വി ഗെറ്റ് ഇറ്റ് ഫ്രം കൗസ്. എന്താണ് നമുക്ക് കൗസ് നിന്ന് കിട്ടുന്നത്? പശുക്കളിൽ നിന്ന് കിട്ടുന്നത് എന്താണ്? യെസ്, നമുക്ക് കിട്ടുന്നത് മിൽക്ക് കിട്ടുന്നുണ്ട്. മിൽക്കുമായിട്ട് മാച്ച് ചെയ്തിട്ട് ഇതിലുണ്ടോ? യെസ്, IMLK ഉണ്ട്. അപ്പോൾ ഞാനിവിടെ മിൽക്ക് എഴുതാൻ പോവാണേ. MILK. മിൽക്കിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? MILK. ഒരു വേർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അത് ക്രോസ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് വേർഡ്സ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും, കൺഫ്യൂഷൻ ഉണ്ടാവില്ലല്ലോ ഒന്ന് കഴിഞ്ഞാൽ. നെക്സ്റ്റ്, വെരി യങ് ചൈൽഡ്. വെരി യങ് ചൈൽഡ്, എന്താണ് വെരി യങ് ചൈൽഡ്? യെസ്, ബേബി. ബേബി ആയിട്ട് ഇതിൽ ജംബിൾഡ് ചെയ്ത് നിൽക്കുന്ന വേർഡ് ഉണ്ടോ? യെസ്, കിട്ടി. അപ്പം BABY ബേബി. നെക്സ്റ്റ്, വേർ വി ബൈ തിങ്സ്. നമ്മൾ എവിടെ നിന്നാണ് തിങ്സ് വാങ്ങിക്കുന്നത്? ഷോപ്പ്. ഷോപ്പുമായിട്ട് മാച്ച് ചെയ്യുന്നത് ഇതിലുണ്ടോ? ഓക്കെ, ഞാനത് ക്രോസ് ചെയ്തു. SHOP ഷോപ്പ്. നെക്സ്റ്റ്, വി വെയർ ഇറ്റ് ഓൺ എ കോൾഡ് ഡേ. നമ്മൾ തണുപ്പത്ത് ധരിക്കുന്നത് എന്താണ്? കോട്ട് അല്ലേ? കോട്ട് ഇടൂലേ? ആ കോട്ട്. അപ്പം കോട്ടുമായിട്ട് ഇതിൽ മാച്ച് ചെയ്യുന്നത് ഞാൻ ക്രോസ് ചെയ്തു. ഇനി കോട്ടിൻ്റെ സ്പെല്ലിംഗ് എഴുതാൻ പോവാണ്. COAT കോട്ട്. നെക്സ്റ്റ്,
ഇറ്റ് ഹാസ് ലീവ്സ് ആൻഡ് ബ്രാഞ്ചസ്. എന്താണ് ഇറ്റ് ഹാസ് ലീവ്സ് ആൻഡ് ബ്രാഞ്ചസ്? യെസ്, ട്രീ ആയിട്ട് മാച്ച് ചെയ്യുന്ന ജംബിൾഡ് വേർഡ് ഞാൻ ഇവിടെ കട്ട് ചെയ്തു. ഇനി ട്രീൻ്റെ സ്പെല്ലിംഗ് ഞാൻ കറക്റ്റ് ഇതിൽ എഴുതാൻ പോവാണ്. എന്താ ട്രീൻ്റെ സ്പെല്ലിംഗ്? TREE, ട്രീ. വെരി ഗുഡ്. നെക്സ്റ്റ്, ഹോം ഓഫ് എ ബേർഡ്. ഹോം ഓഫ് എ ബേർഡ് എന്താണ്? നെസ്റ്റ്. ഇപ്പം നെസ്റ്റുമായിട്ട് മാച്ച് ചെയ്യുന്ന ജംബിൾഡ് വേർഡ് ഞാൻ ഇതിൽ ക്രോസ് ചെയ്തു. ഇനി നെസ്റ്റിൻ്റെ സ്പെല്ലിംഗ് ഞാൻ കറക്റ്റ് എഴുതാൻ പോവാണ്. NEST, നെസ്റ്റ്. ഇനി എ ഹെൻ ലേസ് ഇറ്റ്. എന്താണ് ഹെന്ന്? കോഴി ഇടുന്നത് എന്താണ്? യെസ്, എഗ്ഗ് അല്ലേ? ഇനി എഗ്ഗിൻ്റെ ക്രോസ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഞാൻ കറക്റ്റ് സ്പെല്ലിംഗ് എഴുതാൻ പോവാണ്. EGG, എഗ്ഗ്. എന്താണ്? EGG, എഗ്ഗ്. ഓക്കെ.